ഉണ്ണിക്കുട്ടാ, മോനെ, നീ അമ്മൂമ്മെ കാണാൻ ചെല്ലുമ്പോ ഈ കേക്ക് കൊടുക്കണം കേട്ടോ. ഇത് ഞാനുണ്ടാക്കിയ കേക്കാ. അമ്മൂമ്മയ്ക്ക് കേക്ക് വലിയ ഇഷ്ടമാ. നിനക്ക് ഞാൻ കൊറേ തന്നതല്ലേടാ, അത്രയൊക്കെ തിന്നാ മതി. ഓവറായാലും കുഴപ്പമാ. നീ ആ പൊതി തുറന്നു നോക്കാതെ അമ്മൂമ്മെ തന്നെ ഏൽപ്പിക്കണേ. അല്ല, ഇതാര്? ഉണ്ണിക്കുട്ടനോ? ആ, വാ കുട്ടാ. നിന്നെ കണ്ടേച്ച് എത്ര നാളായി. അമ്മൂമ്മേ, അമ്മൂമ്മക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. എന്താ കുട്ടാ കൊണ്ടുവന്നത്? അമ്മൂമ്മക്ക് വെറ്റിലയും പുകലയും ഇട്ടു വെക്കാൻ ഞാനൊരു പെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. കൊള്ളാം മോനെ, നന്നായി. മോനെ ഉണ്ണിക്കുട്ടാ, നിന്റെ വീട്ടിലേക്ക് ഞാനും വരുന്നുണ്ട്. ഒത്തിരി നാളായില്ലേ അങ്ങോട്ടൊക്കെ ഒന്ന് വന്നിട്ട്. അമ്മൂമ്മ വീട്ടിൽ വന്നാ ഞാൻ കേക്ക് തിന്ന കാര്യം പുറത്താകുമല്ലോ. ഈ ഫോട്ടോയൊന്ന് ഫ്രെയിം ചെയ്യിക്കണം. കൊറേ നാളായി വിചാരിക്കുന്നതാ. നമുക്ക് ഉച്ച കഴിഞ്ഞിറങ്ങാം. അയ്യോ, അമ്മൂമ്മ വന്നാ ശരിയാവൂല. അതെന്താ മോനെ? അമ്മൂമ്മേ, പട്ടണത്തിൽ നിറച്ചും കൊള്ളമാറുണ്ട്. അവരും ഒന്ന് മാല പറിച്ചുകൊണ്ടു പോവും. ഓ, അതൊന്നും ഇപ്പൊ ഇല്ലടാ. അമ്മൂമ്മേ, പട്ടണത്തിൽ പിടിച്ചു പറിക്കാറുണ്ട്. കിളവിലെ കണ്ടാൽ അവര് പിടിച്ചുകൊണ്ടുപോയി കണ്ണു കുത്തിപ്പൊട്ടിച്ച് പിച്ചക്കെടുത്തു. ഓ, എന്നെ ആരും പിടിക്കത്തില്ലടാ ഉവ്വേ. അല്ലെങ്കിലും നിന്റെ അമ്മയെ കണ്ടിട്ട് ഒത്തിരി നാളായി. അവളിപ്പൊ എങ്ങനെ ഇരിക്കുന്നോ എന്തോ. ഞാൻ അമ്മയെ പോലെ ഇരിക്കുന്ന എല്ലാരും പറയണേ. അപ്പൊ പിന്നെ എന്നെ കണ്ടാ പോരെ? വീട് വരെ വരണോ? അയ്യോ അമ്മൂമ്മ, നോക്ക്, പട്ടണത്തിൽ ഭൂതം ഇറങ്ങിന്ന്. അമ്മൂമ്മ പട്ടണത്തിലേക്ക് വരണ്ട. അമ്മൂമ്മക്ക് പേടിയാവും. എനിക്ക് തന്നെ പേടിയാവുന്നു. നീ പേടിക്കാതടാ, അതൊരു സിനിമയുടെ പരസ്യവാ. അല്ലേലും ഈ കാലത്താണോ പ്രേതം ഭൂതം ഒക്കെ? ആ, അമ്മ കൂടി പോന്നോ? അത് നന്നായി. വാ അമ്മേ. കേക്കിന്റെ കാര്യം മിണ്ടല്ല എന്റെ പുണ്യാലച്ചാ. അമ്മ ഇരിക്കേ, ഞാൻ ചായ എടുക്കാം. അമ്മ ഇന്ന് എന്തായാലും പോണ്ട. കൊറേ നാളായില്ലേ വന്നിട്ട്. ഞാൻ ദാ വരുന്നു. അമ്മ ഉണ്ടാക്കിയ കേക്കിന്റെ ബാക്കി ഇരിപ്പുണ്ട്. ഐഡിയ ഇതാ അമ്മൂമ്മ, അമ്മച്ചി ഉണ്ടാക്കിയ കേക്കാ. തിന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. എടീ, നീ ഉണ്ടാക്കിയ കേക്ക് അസലായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉണ്ണിക്കുട്ടന്റെ കൈ കൊടുത്തുവിട്ടിരുന്ന കേക്ക് കഴിച്ചായിരുന്നോ? അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അവൻ കേക്ക് കൊണ്ട് തന്നേച്ച് കൂടെ നിന്ന് കഴിപ്പിക്കുകയല്ലായിരുന്നോ? വളരെ നന്നായിട്ടുണ്ട് കേക്ക്. ഇവൻ കേക്ക് തിന്നു കളയുമോന്നായിരുന്നു എനിക്ക് പേടി. എന്തായാലും ഇപ്പൊ പഴയ പോലൊന്നും അല്ല. ഉണ്ണിക്കുട്ടന് നല്ല കാര്യഗൗരവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിക്ക്, ഇപ്പൊ അകത്തോട്ട് കയറണ്ട. നമ്മുടെ വേലക്കാരത്തിക്കേ ചിക്കനാ. ദൈവമേ, ചതിച്ചോ? ഷേർലിയുടെ വീട്ടിലും ചിക്കൻ ഉണ്ട്. ഈശ്വരാ, എന്നിട്ടാണോടാ നീ ഇന്ന് രാവിലെ അവിടെ കളിക്കാൻ പോയത്? ഇവനെങ്ങാനും ചിക്കൻ പിടിച്ചിട്ടുണ്ടോ എന്തോ. നീ അടുത്തോട്ടെങ്ങാനും പോയോടാ? പക്ഷേ അവിടുത്തെ ചിക്കൻ 3 എണ്ണവും ചത്തുപോയല്ലോ. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ചേട്ടാ, ചിക്കൻ എങ്ങനെയാ ഇരിക്കുന്നേ? ആ, ചിക്കൻ വന്നാ ദേഹത്ത് നല്ല ചൂട് കാണും. ദേഹത്തൊക്കെ മുഴ പോലെ പൊങ്ങി വരികയും ചെയ്യും. അപ്പം ചേട്ടനും ചിക്കൻ വന്നിട്ടുണ്ടല്ലേ? ചേട്ടന്റെ തലയിൽ പൊങ്ങിയ മുഴ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. എന്താ അവിടെ ഒരു ബഹളം? അടങ്ങി ഒതുങ്ങിയിരിക്കാൻ വേണ്ടി ഞാൻ 5 രൂപ കൊടുത്തായിരുന്നു. അവനതിന് പീപ്പി വാങ്ങി ഊതുവാ. മോനെ കുട്ടാ, ആ പീപ്പി ഇങ്ങിതാ. ഞാൻ 5 രൂപ തരാം. ഞാൻ തരൂല. ഉണ്ണിക്കുട്ടാ, ദേ നോക്ക്, പീപ്പി അച്ഛന് തന്ന 10 രൂപ തരാം. എനിക്ക് വേണ്ട. ടിങ് ടിങ്, ദേ നോക്കേ, 25 രൂപ. ഉണ്ണിക്കുട്ടൻ ഇനി എന്തൊക്കെ മേടിക്കാം. ആ പീപ്പി ഇങ്ങ് അച്ഛന് താ മോനെ. ഒടുക്കത്ത ഒരു പീപ്പി.
വാങ്ങി അച്ഛാ. ആരാ മമ്മി ഇന്ന് വരുന്നത്? അയൽവക്കത്തെ പുതിയ താമസക്കാരാ. അവര് തിന്നുമ്പോ നീ പാത്രത്തിലോട്ട് നോക്കി നിക്കരുത് കേട്ടോ. എന്നാ ഞാൻ വായി നോക്കിക്കോട്ടെ. മോൻ ഈ അങ്കിളിനെ അറിയോ? ഇവിടുത്തെ ബാങ്ക് മാനേജറാ. അല്ല, ഈ അങ്കിള് പല്ലു ഡോക്ടറാ. നിനക്കെങ്ങനെ അറിയാം പല്ല് ഡോക്ടറാണെന്ന്? അത് ഇന്നാള് ഞാൻ അയാളെ വീട്ടിൽ ചെന്നപ്പം പറഞ്ഞായിരുന്നു, മേലാൽ ആ വീട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ പല്ലെടുക്കും. അമ്മ വല്ലതും തരണേ. ഇന്ന 50 പൈസ. ഇനി ഒരു മാസത്തേക്ക് ഇങ്ങോട്ട് കേറിയേക്കരുത്. നീ ആള് കൊള്ളാമല്ലോ. എവിടുന്ന് പഠിച്ചതാ ഇങ്ങനെയൊക്കെ പറയാൻ? അതെ, ഞാൻ ഓരോ വീട്ടിലോട്ട് ചെല്ലുമ്പം ആ വീട്ടിലുള്ളവര് ഓരോ രൂപ തന്നേച്ച് ഇനി ഒരു മാസത്തേക്ക് അങ്ങോട്ട് ചെല്ലല്ലേന്ന് പറയും. എന്റെ മകനെ കൂടെ ഇവിടെ ഒന്ന് നിർത്തണം. വൈകിട്ട് ഞാൻ വന്ന് കൂട്ടിപ്പോയിക്കോളാം. ഇവിടെ നിർത്തുന്നതിൽ പ്രശ്നമില്ല, ഞങ്ങള് നോക്കിക്കോളാം. ഉപദ്രവമൊന്നും ഇല്ലല്ലോ. ഏയ്, ഒരു ഉപദ്രവവും ഇല്ല. അവൻ വെറും പാവാ, പറയുന്നതിനപ്പുറം ചെയ്യില്ല. അല്ല, മറ്റൊന്നുണ്ടായിട്ടല്ല. ഇവിടെ തീരെ ചെറിയ കുട്ടികളുള്ളതാണേ, അതുകൊണ്ടാ. അപ്പോ ഞാൻ പോട്ടെ. പിന്നെ അവൻ ചിലപ്പോ പുറത്തോട്ടിറങ്ങും, ഒന്ന് നോക്കിക്കോണേ. പുറത്തോട്ട് കയറാതിരുന്നാ മതി. ഞങ്ങൾ ഉണ്ണിക്കുട്ടനെ വിളിക്കാൻ വന്നതാ. എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ മര്യാദയായിരുന്നു. മറ്റു കുട്ടികളെ ഉപദ്രവിച്ചൊന്നും ഇല്ലല്ലോ അല്ലേ? ഹേയ്, ഒരു ഉപദ്രവവും ഇല്ല. അടുത്തോട്ട് ചെന്നിട്ട് വേണ്ടേ ഉപദ്രവിക്കാൻ? കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. നെല്ലിക്കോണം ഭഗവതിയുടെ കടാക്ഷം കണ്ടോ? എന്റെ പ്രാർത്ഥന ഫലിച്ചു. അവനിവിടെയുണ്ട്, വരൂ. ദാ അവൻ. ഞങ്ങള് പല പണിയും നോക്കി, അവസാനം ഇതല്ലാതെ മറ്റൊരു മാർഗവും കണ്ടില്ല. ആഹാ, ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ നിന്ന് എത്തിയല്ലോ. സ്കൂളിൽ പോയിട്ട് എങ്ങനെ ഇരിക്കുന്നടാ? ഇരിക്കുന്നത് ബെഞ്ചാല. അതല്ലടാ, എങ്ങനെ ഉണ്ടെന്നാ ചോദിച്ചത്. ഓ, ഓരോ വിധത്തിലൊക്കെ ഉണ്ട്. പാതി ചോറ് സഞ്ചിയിലും ഉണ്ട്. ആട്ടെ, നീ ഇന്ന് എന്തൊക്കെ പഠിച്ചു? ABCD പഠിച്ചു. ABCD ചന്തയിലൊരു കച്ചവടക്കാരന്റെ പേരാ. കണക്ക് പഠിപ്പിച്ച ടീച്ചറിന് ഒന്നും അറിഞ്ഞൂടാ. അതെന്താടാ അങ്ങനെ തോന്നിയത്? ഇന്നലെ ടീച്ചർ പറഞ്ഞു 4 3 7 ഇന്ന് പറയുവാ 5 2 7. എടാ, നിങ്ങളുടെ വീട്ടിലാണെന്ന് തോന്നുന്നു. എന്തോ കരിഞ്ഞു മണക്കുന്നു. ചട്ടി അല്ലാതെ എന്നാ ഉണ്ടടാ അവിടെ കരിയാൻ? പപ്പ വിഷമിക്കണ്ട. ഇങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യണമെന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതെ അതെ, വളിച്ചുപോയ കറി ശരിയാക്കാൻ 10 വഴികൾ, മോര് കനച്ചു പോയാൽ ചെയ്യേണ്ട വിധികൾ. ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു. ആ, എന്താന്ന് വെച്ചാ ചെയ്യേ. ഹായ്, നല്ല സുന്ദരം ബിരിയാണി. നീ ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തടി? നിന്നെ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. പപ്പ, എന്താ പാടിയത്? ഹോട്ടലിലെ ബില്ല് ബിരിയാണി വാങ്ങിയേണ്ടിയാ. അപ്പം കരിഞ്ഞുപോയ ബിരിയാണിക്ക് പ്രതിവിധി പുസ്തകത്തിലുണ്ടെന്ന് പറഞ്ഞിട്ടോ? പാചകവസ്തു കരിഞ്ഞു പോയാ ഹോട്ടലിൽ നിന്ന് വാങ്ങി കഴിക്കണമെന്ന് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ദേ നോക്ക്. ഇത് നീ എഴുതി വെച്ചതാണല്ലോടി. അതാണല്ലോ ഞാൻ പറഞ്ഞത് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന്.